കുരിശായി എന്ന് പറഞ്ഞിട്ട് ഒരു കുരിശു പോലെ, ആ കുരിശിന്റെ രണ്ട് പാർശ്വങ്ങളും മുറിഞ്ഞു പോയാൽ എന്താ സ്ഥിതി, അതുപോലെയാണ് ബഗ്ദാദിന്റെ ഹോസ്പിറ്റൽ കിടക്കയിൽ ഈ കുട്ടി കിടക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ഡ്രൈവറായിരുന്ന മുസ്തഫ ബായിയുമായി ബന്ധപ്പെട്ട് അലി ഇസ്മായിലിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. ഇന്ന് അലി ഇസ്മായിലിന് 28 വയസ്സാണ്. ലണ്ടൻ പൗരത്വമുള്ള ഒരു മനുഷ്യനായി അലി ഇസ്മായിൽ മാറി. ഒരുപാട് സർവകലാശാലകളിൽ പോയി വലിയ വിദ്യാഭ്യാസം നേടി. ആ കുട്ടിയെ കാണാനുള്ള ശ്രമം, ആ യുവാവിനെ കാണാനുള്ള ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹം ബഗ്ദാദിലില്ലായിരുന്നു, ലണ്ടനിലായിരുന്നു. അതുകൊണ്ട് മാത്രം കാണാൻ സാധ്യമായില്ല. അതിനുള്ള നീക്കുപോക്കുകൾ മുഴുവൻ നടത്തിയിരുന്നു. ഞാൻ പറയാൻ കാരണം, മരണം എന്ന് പറയുന്ന മരണത്തിനെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മാലാഖക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ആർദ്രത എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബഗ്ദാദിന്റെ മലമടക്കുകളിൽ അതിദാരുണമായ സംഭവ വികാസങ്ങൾ ഒരിക്കലും സംഭവിക്കാനേ പാടില്ല. അത് മരണമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് വ്യത്യസ്ത മുഖങ്ങളാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ, ഒരു 32 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ തന്റെ ചെറിയ 2 പിഞ്ചു പൈതങ്ങളെ, ഒരു കുട്ടിക്ക് 4 വയസ്സ്, ഒരു കുട്ടിക്ക് 1.5 വയസ്സ്, ഈ 2 പിഞ്ചു പൈതങ്ങളെയും തന്റെ ഒക്കത്തെടുത്തിട്ട് മരിച്ചുപോയ തന്റെ ഭാര്യ, ഈ 2 മക്കളുടെ മാതാവിന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ചിട്ട് നടത്തിയ ഒരു ഊർജ്ജസ്വലമായ പ്രസംഗമുണ്ട്. എന്റെ മക്കളെ എന്റെ ഭാര്യ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വിധിയാണ്. എന്റെ ബന്ധുമിത്രാദികളെ, എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ, ഇത് വിധിയാണ്. എന്റെ ഭാര്യ മരിച്ചുപോയത് ഞാനും എന്റെ ഭാര്യയും എന്റെ 2 മക്കളും കുടുംബസമേതം ഞാൻ കാർ ഓടിക്കുന്നു. എന്റെ ഭാര്യ കാറിന്റെ പിന്നിലെ സീറ്റിലുണ്ട്. എന്റെ ഭാര്യയുടെ മടിത്തട്ടിൽ 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. വണ്ടി ഇങ്ങനെ ഓടിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് എന്റെ കുട്ടി എന്റെ ഭാര്യയുടെ മടിയിൽ നിന്ന് കാറിന്റെ താഴേക്ക് ഉള്ളില് കാല് വെക്കുന്ന സ്ഥലത്തേക്ക് വഴുതി വീഴാൻ. ഞാൻ വണ്ടി സൈഡാക്കി നോക്കുമ്പോ എന്റെ ഭാര്യ ഉറക്കിലേക്ക് വഴുതി വീണ പോലെ എനിക്ക് തോന്നി. എന്റെ കുഞ്ഞ് അവളുടെ മടിയിൽ നിന്ന് വീണുപോയത് അവൾ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡോർ തുറന്നു. അവൾ ഒരുപാട് കുലുക്കി വിളിച്ചു. അവൾ ഉത്തരം തരുന്നില്ല. അവസാനത്തെ ഉറക്കത്തിലേക്ക് എന്റെ കാറിന്റെ പിൻസീറ്റിൽ അവൾ വഴുതി വീണു പോയിരിക്കുകയാണ്. കുഞ്ഞിനെ മടിയിലിരുത്തി ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കുഞ്ഞിനെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞ സഹധർമ്മിണി ആ ഭാര്യയുടെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഊർജ്ജസ്വലനായി ചെറുപ്പക്കാരൻ തന്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. അത് വിധിയിൽ വിശ്വസിക്കാനുള്ള പ്രഭാഷണമാണ്. എന്താണ് കാരണം? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തെ രുചിക്കാത്തൊരു ശരീരമില്ല. ഈ പള്ളിയുടെ പിന്നാമ്പുറത്തുള്ള പള്ളിക്കാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ ഓരോ മീസാൻ കല്ലിനും ഓരോ പരിചയമുള്ള ആൾക്കാർ ഈ നാട്ടിലൂടെ പോകുമ്പോ പറഞ്ഞു തരും, ഇത് 35 വയസ്സുകാരന്റെ ഖബറാണ്. അപ്പൊ അപ്പുറത്തുള്ള ഖബർ ഏതാണ്? അത് 20 വയസ്സുകാരിയുടെ ഖബറാണ്. അപ്പൊ അപ്പുറത്ത് കിടക്കുന്ന ആളാരാൻ? അത് 60 വയസ്സുള്ള ഒരു ഹാജിയാരാൻ. അപ്പൊ ഇപ്പുറത്തുള്ള ആളാരാൻ? അത് 10 വയസ്സുള്ള കുഞ്ഞാൻ. ഓരോ ഖബറിനും ഓരോ പ്രായമാണ്. ഇത് മതി നമുക്ക് ബോധ്യപ്പെടാൻ. വന്നിടും മുൻകരണക്കേറെ മുന്നിൽ ആരുമില്ല കൂരിരുൾ ഖബറിൽ. നഫ്സിനപ്പോൾ കാവലാര് തമസിലല്ലാഹ് മാത്രമാണ്. സ്ഥാനമാനങ്ങൾക്കു വില ഇല്ലടോ. സ്വാലിഹായ ഒരമല് മാത്രമാണെടോ. നാളെ പരിശുദ്ധ റബ്ബിന്റെ മുന്നിൽ നമുക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ളത് സ്വാലിഹുൽ അഅ്മാൽ. അതാണ് ജഅലൂഹാ ലുജ്ജതഹു വത്തഖദൂ സ്വാലിഹൽ അഅ്മാലി ഫീഹാ സൂഫുനാ. ഈ ദുനിയാവ് തിരയിട്ടടിക്കുന്ന ഒരു കടലാണ്. തിരമാലകൾ തിമർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു നീലസാഗരമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിന്റെ തിരമാലകര കീറി മുറിച്ച് തീരത്തേക്ക് കടന്നു പോകണമെങ്കിൽ നല്ല അമലുകളാകുന്ന കപ്പലുകൾ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ക്ഷോഭിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവില് കരക്കണയാൻ പറ്റുന്ന നല്ല അമലുകളാകുന്ന സ്വാലിഹുൽ അഅ്മാലാകുന്ന കപ്പലുകളെ
ഇവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നളറൂ ഫീഹാ വലമ്മാ ആലിമൂ. ദുനിയാവിനെ പറ്റി അവർ പഠിച്ചു, അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഒരിക്കലും ഒരു ജീവിച്ചു പോകാൻ പറ്റുന്ന ആൾക്ക് ശാശ്വതീകത്വത്തോടുകൂടെ എറ്റേണിറ്റിയോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന പ്ലേസേ അല്ല ഈ ദുനിയാവ്. കാരണം ദുനിയാവിന്റെ സ്വഭാവം അതാണ്. ദുനിയാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിക്ത യാഥാർത്ഥ്യങ്ങളും അത് തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദുനിയാ ഹുൽവത്തുൻ ഖദിറ, ഇത് മധുരമാണ്, sweetest, not only sweet but also sweetest, അതിമധുരമുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുകയാണ്, പക്ഷെ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്, അതാണ് സ്വീറ്റസ്റ്റ്. ഇത് ഓൺലി സ്വീറ്റ്. ആംഗലേയ കവിയായ ഇംഗ്ലീഷ് സാഹിത്യകാരനായ കീറ്റ്സ് ഉണ്ട്. കീറ്റ്സ് ആംഗലേയ കവിയാണ്. ഇംഗ്ലീഷ് ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കീറ്റ്സിന്റെ വരികൾ പരിചയപ്പെടാതെ പോകാൻ ഒരിക്കലും കഴിയില്ല. കീറ്റ്സിന്റെ ഒരു വരിയുണ്ട് അതിനകത്ത്, heard melodies are sweet but unheard are sweetest. heard melodies are sweet. നമ്മൾ കേട്ട പാട്ട് നല്ല മധുരമുള്ളതാണ്. ഒരാൾ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ആ പാട്ടിനെ പറ്റി പറയും, ഓ അത് സ്വീറ്റ് ആണ്, നല്ല മധുരമുണ്ട്. ബട്ട് അൺഹേർഡ്, ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത പാട്ടിനെ പറ്റി നമ്മൾ എന്ത് പറയണം? അപ്പോ കേട്ട പാട്ടിനെ പറ്റി മധുരം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കേൾക്കാത്ത പാട്ടിനെ പറ്റി നമ്മൾ പറയേണ്ടത് നോട്ട് ഓൺലി സ്വീറ്റ്, മധുരം എന്ന് മാത്രമല്ല, ബട്ട് ആൾസോ സ്വീറ്റസ്റ്റ്, അതിമധുരമാണ്. അതുകൊണ്ട് കേൾക്കാത്ത പാട്ടാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത്. നമ്മൾ ദുനിയാവിനെ കണ്ടു, നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്തിൽ നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ലോകത്തിന്റെ ദൈർഘ്യം പഠിപ്പിച്ചു തന്നു, തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ലോകത്തിന്റെ ദൈർഘ്യം പഠിപ്പിച്ചു തന്നു. അതാണ് അൽ ആലമുൽ ഉഖ്റവി, ബർസഖിയുമല്ല. നമ്മൾ ഒന്നാമത്തെ ലോകമാകുന്ന ആലമുൽ അർവാഹിൽ നിന്ന് സഞ്ചാരികളായി തോളിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ആലമുദ്ദുന്യവി എന്ന് പറയുന്ന രണ്ടാം ലോകത്ത് എത്തി നിൽക്കുക. ഇനി ഒരു മൂന്നാം ലോകമുണ്ട് നമുക്ക്, അതാണ് ആലമുൽ ബർസഖി. അത് ഖബർ ജീവിതമാണ്, അത് ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട ജീവിതമാണ്, അത് ഖബർ ജീവിതമാണ്. ആ ഖബർ ജീവിതത്തിലൂടെയാണ് ദുനിയാവിൽ നമ്മൾ ചെയ്ത അമലുകളെ മുഴുവൻ അനുഭവിക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് പരിശുദ്ധ റസൂൽ പറഞ്ഞു പോയി, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒടുക്കത്തെ വീടല്ല ഖബർ, അത് ആദ്യത്തെ വീടാണ്. നമ്മൾ വിചാരിച്ച് ദുനിയാവോടുകൂടെ ജീവിതം തീർന്നു എന്നാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ദുനിയാവോടുകൂടെ ജീവിതം തുടങ്ങി. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചാൽ അവന്റെ ജീവിതം തുടങ്ങാൻ. കാരണം അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറമാകുന്ന വീട്ടിലേക്ക് ഉള്ള യാത്രയിൽ നിങ്ങളുടെ ആദ്യത്തെ വീട് ഖബറാണ്. മണവാളൻ ചമയുന്ന സഹാബി കരയാൻ. ആ സഹാബിന്റെ പുതിയാപ്പള കൊണ്ടുപോവാൻ ഇന്ന്. സുഹൃത്തുക്കളെല്ലാരും വന്നിട്ട് സഹാബിയെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ, സഹാബിക്ക് അത്തറ് പൂശി കൊടുക്കാൻ, സഹാബിയുടെ മുടി ചീകി കൊടുക്കാൻ, സഹാബിയുടെ വസ്ത്രം ധരിച്ചു കൊടുക്കാൻ. ആ നേരത്ത് പുതിയാപ്പള ചമയാൻ പോകുന്ന പുതുമണവാളൻ പൊട്ടി വിതുമ്പി കരയുകയാണ്. ഞങ്ങളുടെ സഹോദര, നിന്നെ കരയിപ്പിച്ച ഘടകം എന്താണ് എന്ന് ബന്ധുക്കള് സുഹൃത്തുക്കള് ചോദിക്കുകയാണ്. ആ നേരത്ത് പുതിയാപ്പള ചമയുന്ന സഹാബി, മണവാളനാകുന്ന സഹാബി, പുതുമണവാളനാകുന്ന പുതുമാരനായ സഹാബി മറുപടി പറയുകയാണ്, ഞാൻ കരയാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോഴും സുഹൃത്തുക്കൾ ചോദിച്ചു, ഇന്നല്ലേ നീ ചിരിക്കേണ്ടത്?
ഇന്ന് നിന്റെ മാരേജ് ഡേ ആണ്. ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഒരു ബെറ്റർ ഹാഫ് ഓഫ് യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിന്റെ നല്ല പാതിയായ ഒരു പെൺകുട്ടി കയറി വരികയാണ്. നീ ഇന്നാണ് ചിരിക്കേണ്ടത്, നീ ഇന്നാണ് ആഹ്ലാദഭരിതനാകേണ്ടത്, നീ ഇന്നാണ് ആനന്ദ നൃത്തം ചവിട്ടേണ്ടത്. ആ പുതിയാപ്പുള പോകണ ദിവസമാണോ സഹോദര കരയാൻ തെരഞ്ഞെടുത്തത്? അപ്പൊ ഈ സഹാബി പറയാണ്, ഞാൻ കരയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നിങ്ങൾ എന്നെ ഡ്രസ്സ് മാറ്റി തരുന്ന രംഗം കണ്ടിട്ടാണ്. അതിനെന്തിനാ കരയണത്? അപ്പൊ ഈ സഹാബി പറഞ്ഞു, ഞാൻ റിസ്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല എനിക്ക് ഡ്രസ്സ് മാറ്റാൻ, നിങ്ങളായിട്ട് മാറ്റിത്തരാൻ. ഇങ്ങനെ ഞാൻ റിസ്ക് എടുക്കാതെ ഇനി ഡ്രസ്സ് മാറുന്ന ഒരു മുഹൂർത്തം എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് മണവാളനാകുമ്പോഴല്ല, മയ്യത്താകുമ്പോഴാണ്. അതുകൊണ്ട് മണവാളനും മയ്യത്തിനും മറ്റുള്ളവർ ഡ്രസ്സ് മാറിക്കൊടുക്കുന്നു. ഈ സഹാബി ശരിക്ക് മണിയറയിൽ വെച്ച് തന്റെ സുഹൃത്തുക്കളെ പുതിയാപ്പിള പോകുന്ന മുഹൂർത്തത്തിൽ മരണം പഠിപ്പിക്കാൻ, ദി കമ്പാരിറ്റീവ് സ്റ്റഡീസ് ബിറ്റ്വീൻ മണവാളൻ ആൻഡ് മയ്യത്ത്, ദി കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ മണിയറ ആൻഡ് മണ്ണറ, ഇതിന്റെ ഇടയിലുള്ള പഠനം ഒരു സഹാബി നടത്തി കൊടുക്കുകയാണ്. നമ്മളത് അന്വേഷിക്കണം. രണ്ടാമത് ഞാൻ കരയാൻ കാരണം, ഈ സഹാബി തന്നെ പറയാണ്, രണ്ടാമത് ഞാൻ കരയാൻ കാരണം എന്നെ വീട്ടുകാര് മുഴുവൻ വിളിക്കുന്നത് പുതിയാപ്പിള പുതിയാപ്പിള എന്നാണ്. എപ്പോഴാണ് പുതിയാപ്പിള ഇറങ്ങുക? എപ്പോഴാണ് മണവാളൻ ഇറങ്ങുക? എപ്പോഴാണ് പുതുമണവാളൻ ഡ്രസ് മാറിയിട്ട് ഇറങ്ങുക? മണവാട്ടിയുടെ വീട്ടിലേക്ക്, പെണ്ണിന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പുതിയാപ്പിള പോവാ? അതുകൊണ്ട് എന്റെ അമ്മയും ബാപ്പയും എനിക്കിട്ട പേരല്ല ഈ നാട്ടിലും എന്റെ വീട്ടിന്റെ മുറ്റത്തൊന്നും ആൾക്കാർ വിളിക്കുന്നത് പിയാപ്പിള. ഇങ്ങനെ എന്റെ ഉമ്മയും ബാപ്പയും ഇട്ട പേരല്ലാത്തൊരു പേര് ഈ വീട്ടുമുറ്റത്ത് ഇനി കേൾക്കണമെങ്കിൽ ഞാൻ മണവാളനാകുമ്പോഴല്ല, അത് ഞാൻ മയ്യത്താകുമ്പോഴാണ്. പിന്നെയും ഈ സഹാബി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഞങ്ങളുടെ മകൻ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ, അവനൊരു ജീവിതം ലഭിക്കുകയാണല്ലോ എന്ന് കണ്ടിട്ട് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങന്മാരും ഒക്കെ സന്തോഷത്തിന്റെ കണ്ണീരിങ്ങനെ പൊഴിക്കും. വേറൊരു ദിവസം ഞാൻ എൻ്റെ ശരീരം ശീലയിൽ പൊതിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ എൻ്റെ ബന്ധുമിത്രാദികൾ കണ്ണീര് പൊഴിക്കും. ആ കണ്ണീരിന് ചൂടായിരിക്കും, അത് ദുഃഖത്തിന്റെ കണ്ണീർ. ഒന്നാമത്തത് ആനന്ദത്തിന്റെ കണ്ണീർ, രണ്ടാമത്തത് ദുഃഖത്തിന്റെ കണ്ണീർ. പിന്നെയും ഞാൻ കരയാൻ കാരണം, ഇന്ന് രാത്രി എൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ അവളോടുകൂടെ ശയ്യ കൊള്ളുന്ന ഈ റൂമിന്, ഈ വീടും ഈ നാടും വിളിക്കുന്നൊരു പേരുണ്ട്, അത് മണിയറ. ഞാൻ അന്ന് 3 ശീലയിൽ പൊതിഞ്ഞ് പുതിയ കട്ടിലിൽ കയറി യാത്ര പോയിട്ട് അന്ന് രാത്രി കിടക്കുന്ന ഒരു റൂമുണ്ട്, ആ റൂമിന്റെ പേരാണ് മണ്ണറ. ഇത് ഒരു സഹാബി ചെറുപ്പക്കാരന്റെ പഠനമാണ്. എവിടെ? അതും പുതിയാപ്പള ചമയുന്ന മുഹൂർത്തത്തിൽ കൊണ്ടുവന്നിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഈമാന്റെ ത്യാഗോജ്വലമായ ഒരു ഊർജ്ജസ്വലത നമ്മളൊന്ന് ആലോചിച്ചു. അതുകൊണ്ട് അബ് മുझे ഖബർ മിലാ, ഇപ്പൊ എനിക്ക് പിടുത്തം കിട്ടി തമ്പുരാനെ, ക്യാ ഫായിദ, എന്ത് ഫലം, എന്ത് ഫലം, എന്ത് ഫലം, ഇതനെ പൈസേ രൂപേ കമാനെ മേ. 500-ന്റെയും 2000-ന്റെയും നോട്ടുകെട്ടുകളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ഈ പരിസരത്തിലൂടെ ഓടി നടന്നതുകൊണ്ട് എന്ത് ഫലമുണ്ടായി തമ്പുരാനെ? കഫൻ മേ ജേബ് നഹി, അവസാനത്തെ യാത്ര പോകുന്ന കഫം പുടക്ക് ഒരു ശീലക്ക് പോലും കീശയില്ല. ഇതിനാണ് ഞാൻ ഈ കായ് ഉണ്ടാക്കാൻ, ഈ മുതലുണ്ടാക്കാൻ ഓടിയത്. കഫൻ മേ ജേബ് നഹി, ഖബർ മേ അലമാരി ബി നഹി, और मेरे मौत के फिरिश्ते रिश्ते रिश्वे लेते जा, रिश्वे लेने वाले भी नहीं. എന്റെ റൂഹ് പിടിക്കുന്ന മാലാഖ കോഴ വാങ്ങുന്ന ആളുമല്ല, റിഷ്വ. എന്റെ ഖബറിലാണെങ്കിൽ എന്റെ നോട്ടുകെട്ടുകൾ അടുക്കി വെക്കാനുള്ള അലമാരിയും സജ്ജമല്ല. ഖബർ മേ അലമാരി നഹി. എന്തിനാണ് പിന്നെ നമ്മൾ ഈ ജീവിതം കൊണ്ട് ആഭാസത്തിലേക്ക് പോകുന്നത്? അതുകൊണ്ട് മരണം ശരിക്കും നമ്മൾ അനലൈസ് ചെയ്യണം. ഏതോ ഒരു എല്ലാവർക്കും ഇപ്പൊ ഇന്ന് നല്ല ഇല്ലിസ്ട്രേഷൻ പവർ ഉള്ള ഒരു കാലഘട്ടമാണ്, ക്രിയേറ്റിവിറ്റി ഉണ്ട്.
ഏത് കൂലിപ്പണിക്കാരനായ ചെറുപ്പക്കാരനും തൊഴിലാളിയായ ചെറുപ്പക്കാരനും പ്രവാസിയായ ചെറുപ്പക്കാരനും തങ്ങളുടെ യാത്രയെപ്പറ്റി ഫേസ്ബുക്കിലും വാട്സപ്പിലും അനുഭവങ്ങളെ മനോഹരമായ ഭാഷയിൽ എഴുതി അവരുടേതായ ക്രിയേറ്റിവിറ്റി മാലോകരെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാരാണ്. അതുപോലെ ഏതോ ഒരു ചെറുപ്പക്കാരൻ എന്റെ മരണം എന്നൊരു ശീർഷകം, ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി. അത് നല്ല ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. ആ ചെറുപ്പക്കാരെങ്ങനെ സങ്കല്പിക്കാൻ, ഞാൻ മരിക്കുന്ന ദിവസം. നമ്മളൊക്കെ മറ്റുള്ളവരുടെ മരണത്തെ അതിന്റെ വേണ്ട രീതിയിൽ ശേഷക്രിയകളിൽ ഇൻവോൾവ്മെന്റ് നടത്താറുണ്ട്. നമ്മളൊക്കെ ജനാസയെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുപോയി കിടത്താറുണ്ട്. നമ്മളൊക്കെ മയ്യത്തുകളെ കുളിപ്പിക്കാറുണ്ട്. നമ്മളൊക്കെ മയ്യത്തുകളെ ചുമക്കാറുണ്ട്. നമ്മളൊക്കെ മരണവാർത്ത മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താറുണ്ട്. നമ്മൾ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. എല്ലാ ദിവസവും ഒരു മെഡിക്കൽ കോളേജിന്റെ മംഗലാപുരത്തെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കുക. 1 മണിക്കൂർ. അവിടെ വന്നിറങ്ങുന്ന ആംബുലൻസുകൾ, അവിടെ വന്നിറങ്ങുന്ന വാഹനങ്ങൾ, ആ വാഹനത്തിൽ നിന്ന് കൈയൊടിഞ്ഞവൻ, കാലൊടിഞ്ഞവൻ, മാരക രോഗം ബാധിച്ചവൻ, ഒരു രംഗം കാണുമ്പോഴേ അല്ലാഹു തആല എണീറ്റ് നടക്കുന്ന നമ്മുടെ ശരീരത്തിൽ നോക്കി റബ്ബിനെ ശുക്ർ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. തിരുവനന്തപുരം RCCയിൽ കുട്ടികളുടെ ഒരു വാർഡുണ്ട്. ഗൾഫിലുള്ള ഭർത്താവിന്റെ മുമ്പില് ഡ്രസ് എടുത്തിട്ടും വില മതിയായിട്ടില്ല എന്ന് പരിഭവം പങ്കുവച്ചു. എല്ലാ ലീവിനും നാട്ടിൽ വരുമ്പോ ടൂറ് പോകുന്നില്ല ഭർത്താവ് എന്നാണ് വൈഫിന്റെ ഏറ്റവും വലിയ പരാതി. ആവശ്യത്തിനുള്ള ടൂറൊക്കെ ഭർത്താവ് പോകുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഏത് സമയത്തും പുറത്തു പോയിട്ട് ബ്രോസ്റ്റ്, അൽഫാം, ഷവർമ, ഷവായ, മന്തി, കബ്സ, ബുഖാരി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം. ഇതിങ്ങനെ ഒരു ശീലായി. ഏതെങ്കിലും ദിവസം ഒരു ഡെലീഷ്യസ് ഫുഡ് കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെങ്കിൽ പരാതിയാണ്. ഇങ്ങനെ ഭാര്യ പരാതിയുടെ കെട്ടയിച്ച് പോരായ്മകളുടെ വർത്താനം മാത്രം പറഞ്ഞപ്പോ ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, നിനക്ക് ടൂർ പോകുന്നില്ല എന്ന് വലിയ പരാതി എന്നെ പറ്റിയുണ്ട്. ഇന്ന് നമ്മളുടെ ടൂർ തിരുവനന്തപുരത്തേക്കാണ്. ആ ഭാര്യയെയും കൊണ്ട് ഭർത്താവ് RCCയില് ചെറിയ 3 വയസ്സും 4 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള മക്കള് രക്താർബുദം ബാധിച്ചിട്ട്, ക്യാൻസർ ബാധിച്ചിട്ട് കിടക്കുന്ന ഒരു നീണ്ടു കിടക്കുന്ന വാർഡുണ്ട്. അമ്മയുടെ കൈ പിടിച്ച് 3.5 വയസ്സുള്ള പൊന്നോമന പുത്രി അമ്മയുടെ കണ്ണിലേക്ക് നോക്കി മസ്തിഷ്കത്തിൽ ട്യൂമർ ബാധിച്ചിട്ട് കരയാൻ പോലും കഴിയാതെ, തേങ്ങാൻ പോലും കഴിയാതെ 2 കണ്ണിൽ നിന്നും കണ്ണീരൊലിപ്പിക്കുന്ന രംഗമാണ് ആദ്യം ഭർത്താവിന്റെ കൂടെ വാർഡിലേക്ക് കയറി വന്ന ഭാര്യ കണ്ടത്. ഒരുപാട് മക്കളെ കണ്ടു. സ്വന്തം മക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ സഹധർമ്മിണി പറഞ്ഞു, അൽഹംദുലില്ലാ എന്റെ റബ്ബേ, നീ എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് ചെയ്തു തന്നത്. ആ ഭാര്യയുടെ ലൈഫ് സ്റ്റൈല് അന്ന് വൈകുന്നേരത്തോടു കൂടെ മാറി. നമ്മൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാത്ത കുഴപ്പമാണ് നമുക്കുള്ളത്. നമ്മൾ ഒരാൾ ഇങ്ങോട്ട് പരാതി പറയുമ്പോൾ അങ്ങോട്ട് തിരിച്ച് ഷൗട്ട് ചെയ്യാൻ, അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ്, അപ്പുറത്തൊരു സൈഡില് രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ ഒന്ന് കാണണം. എന്നിട്ട് അവനവന് റബ്ബ് കൊടുത്ത നിഅമത്തിനെ മനസ്സിലാക്കണം. എവിടെയാണ് പിന്നെ ഈ നിഅമത്തിനെ പറയേണ്ടത്? ആ ചർച്ച നടക്കുന്നേ ഇല്ല. നമ്മൾ അപരിമേയമായ ആർഭാടങ്ങളുടെ ലോകത്താണ്. പണ്ട് നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ 10 കിട്ടുകിൽ ശതമാകണമെന്നും ശതമാകുമ്പോ സഹസ്രമാകണമെന്നും. അങ്ങനെ 10 രൂപ കിട്ടുമ്പോ അതെങ്ങനെ 100 ആക്കാം? ഇവിടെ 100 രൂപ വരുമാനമുള്ളവന് 500 രൂപയുടെ ചെലവുണ്ട്. അവൻ ചെലവിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് ചിന്തിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടിയിട്ട് അതിന്റെ അപ്പുറത്ത് ചെലവ് വളരെ തുച്ഛം ചെലവ് മാത്രമാണ്. എന്നിട്ടും റബ്ബിന്റെ നിഅമത്ത് എടുത്തു പറയാൻ നേരമില്ലാത്തവന് ഒന്ന് മനസ്സിലാക്കണം, എവിടെങ്കിലും വെച്ച് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ പിടിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് റബ്ബ് തന്ന നിഅമത്തല്ലേ. ഈ നിഅമത്ത് കൊണ്ട് നമ്മൾ കളിക്കാൻ പാടില്ല. അതുകൊണ്ട് വന്ന വഴിയിലേക്ക് ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കണം. പേടിച്ചരണ്ടോടുന്ന പട്ടിയുടെ ശീലം മാത്രമല്ല ഈ തിരിഞ്ഞു നോക്കൽ, നന്ദിയുള്ള ഒരു അടിമയുടെ ശീലം കൂടിയാണ് തിരിഞ്ഞു നോക്കൽ. നമ്മൾ എന്തിനെ പേടിക്കണേ? എന്റെ കൈയും എന്റെ കാലും എന്റെ കൈയിനും എന്റെ വിരലുകൾക്കും ചലിക്കാനുള്ള ശക്തിയും തന്നത് എന്റെ ഉടമസ്ഥനാണ്. ഞാൻ അവന്റെ പ്രൊഡക്റ്റാണ്. എന്റെ പ്രൊഡ്യൂസർ അവനാണ്.
ഈ പ്രൊഡക്റ്റിന്റെ പ്രൊഡ്യൂസർ നമ്മളാ. ജോൺ കൂപ്പർ എന്നാണ് ഇതിന്റെ ഫാദറിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന്റെ പേരാണ് മൊബൈൽ ഫോൺ. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഇൻവെൻഷൻ. ഇപ്പൊ ഇതിനകത്ത് ഓൾ ഇൻ വൺ, എല്ലാം ഒറ്റ ഇൻസ്ട്രുമെന്റിന്റെ അകത്താ. ഇതിന്റെ ഫാദറും ഇതിന്റെ ഫൗണ്ടറുമായിരിക്കുന്ന ജോൺ കൂപ്പർ വേണമെങ്കിൽ 5 കൊല്ലത്തെ ഗ്യാരണ്ടി വരെ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന് പറയും. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിൽ എത്ര ക്വാളിറ്റിയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, എത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ടൂൾസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർക്ക് അത് പറയാൻ സാധിക്കും. ഞാനും നിങ്ങളും ഒരു പ്രൊഡക്റ്റ് ആണ്. ഹു ഈസ് അവർ പ്രൊഡ്യൂസർ? ഹി ഈസ് ആൾമൈറ്റി ഗോഡ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഗ്യാരണ്ടി പേപ്പർ കയ്യിൽ കിട്ടാത്ത ലോകത്തെ ഏക പ്രൊഡക്റ്റ് ആണ് ഞാനും നിങ്ങളും. ഇതിന് ഗ്യാരണ്ടി പേപ്പർ ഉണ്ട്. ഒന്ന് സീൽ വെച്ച് ചെയ്ത് തന്നാൽ എത്ര വർഷം വേണമെങ്കിലും ഇതിന്റെ സെക്യൂരിറ്റി പേപ്പർ നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമുക്ക് പേടിക്കണ്ട. നമ്മുടെ വാഹനങ്ങൾക്ക് പമ്പർ ടു പമ്പർ സേഫാണ്. ടോട്ടൽ ലോസ് സംഭവിച്ചാൽ പോലും ഗ്യാരണ്ടി ഉണ്ട്. ഈ പ്രൊഡക്റ്റിന് എവിടെയാണ് ഗ്യാരണ്ടി? ഗ്യാരണ്ടി പേപ്പർ കയ്യിൽ കിട്ടാത്ത ഒരേ ഒരു പ്രൊഡക്റ്റ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? ഓരോ നിമിഷവും മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് കിട്ടണമെങ്കിൽ കമ്പനിന് കേന്ദ്രത്തിൽ നിന്ന് പെർമിഷൻ വേണം. ഇത് എത്ര എണ്ണ ഉണ്ട്? നാളെയുടെ പ്രഭാതം എനിക്ക് കണക്കാക്കിയിട്ടുണ്ടോ? അല്ലാഹു അഅലം. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. നാളെ എന്റെ ഭക്ഷണം എവിടെയാണ് എന്ന് ചിന്തിക്കുന്നതിലപ്പുറം നാളെ ഭക്ഷണം എനിക്ക് കണക്കാക്കിയിട്ടുണ്ടോ? അല്ലാഹു അഅലം. മിനിയാന്ന് ഞാൻ ഒരു ഉറൂസ് പരിപാടിയുടെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു പരിപാടി സ്ഥലത്തായിരുന്നു. അപ്പൊ ആ സംഘാടകര് പറയാൻ, നമ്മുടെ പരിപാടി തുടങ്ങേണ്ടത് ഒരു ചരിത്ര പ്രസിദ്ധമായ മഖാം ഏതെങ്കിലും, ഒന്നുകിൽ മമ്പുറം, അല്ലെങ്കിൽ പൊന്നാനി, അല്ലെങ്കിൽ പുത്തമ്പള്ളി, ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് സിയാറത്ത് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആ കൂട്ടത്തിൽ കൊടി കെട്ടാനും തോരണം കെട്ടാനും അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനും നോട്ടീസ് അടിക്കാനും ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ യുവാവ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ നിന്ന് ദ്വാരന്നിട്ട് നമ്മുടെ പരിപാടി തുടങ്ങിക്കൂടാ? നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വേറെ നാട്ടിലേക്ക് യാത്ര പോയി അവിടുത്തെ ഖബർസ്ഥാനിൽ നിന്ന് ദുആ ചെയ്ത് തുടങ്ങുന്നതിന് പകരം ഈ വർഷം ഇങ്ങനൊരു ശൈലി ആവിഷ്കരിച്ചാലോ? ആയിക്കോട്ടെ. എന്നാൽ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചെയ്യാം. റസാഖ് എന്നാണ് ആ സഹോദരന്റെ പേര്. അപ്പൊ മീറ്റിംഗിൽ എല്ലാവരും തീരുമാനിച്ചു, റസാഖ് പറഞ്ഞ മാതിരി അത് ശരിയാണല്ലോ. നമ്മളെ നാട്ടിലെ ഖബർസ്ഥാനിൽ മൊത്തത്തിൽ ആമായിട്ട് മരിച്ചു കിടക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വാരന്നിട്ട് നമ്മളെ പരിപാടി പതാക ഉയർത്തി തുടങ്ങാം. എന്തൊരത്ഭുതം! മിനിയാന്ന് ഞാൻ പങ്കെടുത്ത പരിപാടി ആരംഭിച്ചത് ആ സഹോദരന്റെ ഖബറിൽ നിന്ന് സിയാറത്ത് തുടങ്ങിയിട്ടാണ്. ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്ന് ഒരു അറ്റാക്ക്. മിനിയാന്ന് ആ കഥ പറഞ്ഞ സഹോദരൻ ഇന്നലെ അവിടെ മരിച്ചു. അല്ലാഹുവേ, എത്ര പെട്ടെന്ന്! ഇതാണ് ദുനിയ. ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ് ദുനിയാവ്. അതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ല. മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. ന്യൂസിലാൻഡിലെ ക്രിസ്റ്റ് ചർച്ച് പട്ടണത്തിലെ ന്യൂർ മസ്ജിദിൽ ജുമാ നിർവഹിക്കാൻ വേണ്ടി എത്ര ഭക്തിയോടുകൂടെയാണ് ഉദ്യോഗസ്ഥരും ഓഫീസേഴ്സും ഇസ്ലാമിക ഭക്തരുമായിരിക്കുന്ന മുസ്ലിങ്ങൾ. അന്ന് വെള്ളിയാഴ്ച ആരാധനാലയത്തിന്റെ 4 കെട്ടിൽ പോയിട്ട് അൽക്കഹഫ് ഓതുന്നവരുണ്ട്, സലാത്ത് എഴുതുന്നവരുണ്ട്, ളുഹ നിസ്കരിക്കുന്നവരുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുആ ചെയ്യുന്നവരുണ്ട്, എഴുത്തിക്കാഫി ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലുന്നവരുണ്ട്. ഒരു തീവ്രവാദിയായ ഓസ്ട്രേലിയക്കാരൻ 28 വയസ്സുകാരൻ വന്നിട്ട് മെഷീൻ ഗൺ ഉപയോഗിച്ച്, ഓട്ടോമാറ്റിക് ആയിട്ട് ലോഡാകുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് 50 ആളുകളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയ ദാരുണമായ രംഗത്തിന്റെ ഷോക്കിൽ നിന്ന് ലോകം ഇപ്പോഴും മുക്തമായിട്ടില്ല. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യം സമാധാനത്തിന്റെ വിഷയത്തിലും ലോക ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ജസീന്ത ആർഡേൻ എന്ന് പറയുന്ന 37 വയസ്സുകാരിയായ ഒരു പെൺകൊടി ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ചരിത്ര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി
ഇങ്ങനൊരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മാലോകരെ ബോധ്യപ്പെടുത്താൻ ജസീന്തക്ക് സാധ്യമായി. കാരണം ന്യൂസിലാൻഡിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ്. എന്നിട്ടും മരിച്ചുപോയ മുസ്ലിങ്ങൾക്ക് വേണ്ടി പിറ്റേ ദിവസത്തെ ന്യൂസിലാൻഡിന്റെ പാർലമെന്റിൽ സഭ ആരംഭിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് പാർലമെന്റിലെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ്. മുസ്ലിങ്ങൾ മരിച്ചുപോയ അന്ന് സന്ധ്യാനേരത്തെ തന്നെ ഇവരുടെ ബന്ധുമിത്രാദികളായിരിക്കുന്ന സ്ത്രീകളുടെ അടക്കളയിൽ